ദേവ് ട്രാവൽ വേൾഡിൻ്റെ 263-ാമത്തെ വീഡിയോ. കാലിഫോർണിയയിലെ മനോഹര നഗരമായ കൂപ്പർട്ടിനോയിലെ മെമ്മോറിയൽ പാർക്കിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 22 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്ക് അമേരിക്കയ്ക്ക് വേണ്ടി സേവനം ചെയ്ത സൈനികരുടെ ത്യാഗങ്ങളെയും സേവനത്തെയും ആദരിക്കുന്ന ഒരു പൊതു സ്മാരകം കൂടിയാണ്. കൂപ്പർട്ടിനോ വെറ്ററൻസ് മെമ്മോറിയൽ. ഇത് കേവലമൊരു കൽനിർമ്മിതിയല്ല, ഒരു രാജ്യത്തിൻ്റെ കൃതജ്ഞതയുടെ പ്രതീകമാണ്. ഇവിടെയുള്ള ഓരോ ശിലാഫലകത്തിനും പതാകയ്ക്കും ചിഹ്നങ്ങൾക്കും പറയാനുള്ള ഒരു ചരിത്രമുണ്ട്. അമേരിക്കൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തികളെയാണ് പൊതുവെ വെറ്ററൻസ് എന്ന് വിളിക്കുന്നത്. അവർ യുദ്ധത്തിൽ പങ്കെടുത്തവരോ സമാധാന ദൗത്യങ്ങളിൽ സേവനം ചെയ്തവരോ വർഷങ്ങളോളം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവരോ ആയിരിക്കാം. അവരുടെ സേവനം അവസാനിച്ചാലും സമൂഹം അവരെ മറക്കുന്നില്ല. അമേരിക്കൻ ദേശീയ പതാകയോടൊപ്പം മറ്റൊരു കറുത്ത പതാകയും നിങ്ങൾക്കിവിടെ കാണാം. ഈ പതാക POW/MIA റെക്കഗ്നിഷൻ ഫ്ലാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലെ POW എന്നത് പ്രിസണർ ഓഫ് വാർ, യുദ്ധത്തടവുകാർ എന്നും MIA എന്നത് മിസ്സിംഗ് ഇൻ ആക്ഷൻ, യുദ്ധത്തിനിടെ കാണാതായ സൈനികർ എന്നും അർത്ഥമാക്കുന്നു. യുദ്ധത്തിൽ കാണാതായവരെയും തടവിലായവരെയും ഇന്നും ആദരവോടെ ഓർക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതീകമാണ് ഈ പതാക. ദേശീയ പതാകയ്ക്കൊപ്പം ഈ കറുത്ത പതാക പാറുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്ര വലുതാണെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അമേരിക്കയിൽ 2 പ്രധാന അനുസ്മരണ ദിനങ്ങളുണ്ട്, മെമ്മോറിയൽ ഡേയും വെറ്ററൻസ് ഡേയും. മെമ്മോറിയൽ ഡേയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരെയാണ് രാജ്യം അനുസ്മരിക്കുന്നത്. എന്നാൽ വെറ്ററൻസ് ഡേയിൽ ജീവിച്ചിരിക്കുന്നവരും വിരമിച്ചവരുൾപ്പെടെ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത എല്ലാ വെറ്ററൻസിനെയും രാജ്യം ആദരിക്കുന്നു. സേവനസന്നദ്ധനായി സർവീസിൽ പ്രവേശിക്കുന്ന അമേരിക്കൻ സൈനികൻ എടുക്കുന്ന പ്രതിജ്ഞയാണ് ഈ ഫലകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ സ്മാരകത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ അമർ ജവാൻ ജ്യോതി, ദേശീയ യുദ്ധസ്മാരകം തുടങ്ങിയ സ്ഥലങ്ങൾ ഓർമ്മയിലേക്ക് കടന്നുവരുന്നു. രാജ്യങ്ങളും ഭാഷകളും വ്യത്യസ്തമായിരിക്കാം, എന്നാൽ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്തവരോടുള്ള ആദരവിന് അതിരുകളില്ല. അതൊരു സാർവലൗകിക മൂല്യമാണ്. ഈ സ്മാരകത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. ഒരു രാജ്യം ശക്തമാകുന്നത് ആയുധബലം കൊണ്ട് മാത്രമല്ല, ആ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്തവരെ എത്രമാത്രം ആദരിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. കൂപ്പർട്ടിനോ വെറ്ററൻസ് മെമ്മോറിയൽ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഈ സ്മാരകം ലോകത്തോട് പറയുന്ന സന്ദേശം വളരെ ലളിതമാണ്. യു ആർ നോട്ട് ഫോർഗോട്ടൻ. നിങ്ങളെ ഞങ്ങൾ മറന്നിട്ടില്ല. ഈ സ്മാരകത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെറും കല്ലുകളല്ല, അനേകം കുടുംബങ്ങളുടെ ഓർമ്മകൾ കൂടിയാണ്. ഒരു അച്ഛൻ, ഒരു അമ്മ, ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത ജീവിതങ്ങളുടെ നിശബ്ദമായ സാക്ഷ്യമാണ് ഈ സ്ഥലം. ഇവിടെ നിങ്ങൾ കാണുന്ന ശിലാഫലകങ്ങളിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ ചിഹ്നങ്ങൾ കൊത്തിവച്ചിരിക്കുന്നതും ശ്രദ്ധിക്കാം. അമേരിക്കൻ സൈന്യത്തിന് വിവിധ വിഭാഗങ്ങളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി, കരസേന, നാവികസേന, വ്യോമസേന, സമുദ്രസേനയുടെ പ്രത്യേക പോരാളികൾ, തീരസംരക്ഷണ സേന. ഇതൊന്നും കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് എന്ന പുതിയ സേനയും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വിഭാഗത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷയിൽ നിർണായക പങ്കുണ്ട്. ഈ സ്മാരകം അവരെയെല്ലാം ഒരുപോലെ ആദരിക്കുന്നു. അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ന്യൂയോർക്കിലെ അംബരചുംബികളായ കെട്ടിടങ്ങളും ലോസ് ആഞ്ചലസിലെ ഹോളിവുഡും സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാലവും അതിവേഗ സാങ്കേതിക വളർച്ചയും ഒക്കെ ആവാം. എന്നാൽ ഈ രാജ്യത്തിന് മറ്റൊരു മുഖമുണ്ട്. അത് പ്രകൃതിയെയും ചരിത്രത്തെയും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത മനുഷ്യരെയും ഒരുപോലെ ആദരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ മുഖമാണ്. സാംസ്കാരിക പരിപാടികൾക്കും സംഗീത പരിപാടികൾക്കും കമ്മ്യൂണിറ്റി ആഘോഷങ്ങൾക്കും വേദിയാകുന്ന ആംഫി തിയേറ്റർ.
വെറ്ററൻസ് മെമ്മോറിയലിന് മുന്നിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഈ പാർക്കിന്റെ മറ്റൊരു മുഖം നമുക്ക് കാണാൻ കഴിയും. അത് ജീവിതത്തിന്റെ സന്തോഷം നിറഞ്ഞ മുഖമാണ്. കുട്ടികളുടെ കളിയും ചിരിയും സന്തോഷവും ഈ പാർക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ മെമ്മോറിയലിനടുത്ത് കുട്ടികളുടെ കളിച്ചിരി തമാശകൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഇന്നത്തെ ഈ സമാധാനവും സന്തോഷവും ഇന്നലെ ആരൊക്കെയോ ചേർന്ന് നൽകിയ ത്യാഗത്തിന്റെ ഫലമാണെന്ന്. പ്രായമേറെ ചെന്ന പലരും പതിവായി ഈ പാർക്കിൽ ഒത്തുകൂടുന്നത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങൾ ഉൾപ്പെടെ പല ആഘോഷങ്ങൾക്കും വേദിയാകാറുള്ള വിശാലമായ ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാണ് ഈ കാണുന്നത്. നിരന്തര പരിശീലനം ആവശ്യമുള്ള കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി സെൻ്റർ സൗകര്യമൊരുക്കുന്നു. ഇത്തരമൊരു പരിശീലന പരിപാടി ഇതിനകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ ഗൗരവവും പ്രകൃതിയുടെ ശാന്തതയും ഇവിടെ കൈകോർക്കുന്നു. ഈ പാർക്കിലെ വിശാലമായ പുൽത്തകിടികൾ കണ്ടാൽ ഒരു നിമിഷം നഗരത്തിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മനസ്സകന്നു പോകും. ഇവിടെ എവിടെയും കണ്ണിൽപ്പെടുന്നത് വൃത്തിയും ചിട്ടയുമാണ്. വലിയ മരങ്ങൾ തണലൊരുക്കുന്നു. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വിരിയുന്ന പൂക്കൾ പാർക്കിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ പച്ചപ്പ് വെറും അലങ്കാരമല്ല, നഗരജീവിതത്തിനിടയിൽ മനുഷ്യർക്ക് ശ്വസിക്കാൻ പ്രകൃതി ഒരുക്കിയ ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ് കൂപ്പർട്ടിനോ മെമ്മോറിയൽ. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ആളുകൾ ഇവിടെ ഒരേ വേദിയിൽ ഒത്തുചേരുന്നു. അതുതന്നെയാണ് ഒരു പൊതു പാർക്കിന്റെ യഥാർത്ഥ ശക്തി. ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച ഇവിടുത്തെ മുതിർന്ന പൗരന്മാരുടെ സജീവമായ ജീവിതശൈലിയാണ്. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന നിരവധി ആളുകളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് ചെറിയ ഗ്രൂപ്പുകളായി ഇവിടെ എത്തുന്നവർ ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്ത് സംഗീതം ആസ്വദിച്ച് പരസ്പരം കളിതമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന കാഴ്ച കാണുന്ന നമ്മിലും ഏറെ സന്തോഷമുളവാക്കുന്നു. വാക്കറിന്റെ സഹായത്താൽ സാവധാനം നടന്നു പോകുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പോലും ഈ പാർക്കിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നു. ഇവിടെ എത്തിച്ചേരുന്ന പ്രായം കൂടിയ ആളുകളിൽ ഏറെയും സ്വന്തമായി കാർ ഓടിച്ച് വരുന്നവരാണ്. നോക്കൂ, കാറിന്റെ ഇടതുവശത്തുള്ള ഡ്രൈവിംഗ് സീറ്റിലേക്കാണ് ഈ വൃദ്ധ കയറിയിരിക്കുന്നത്. വൃദ്ധന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വളരെ എളുപ്പം സഞ്ചരിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ റോഡുകളും ഫുട്പാത്തുകളും മൈതാനങ്ങളും കളിസ്ഥലങ്ങളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. പിക്നിക് മേശകൾക്ക് ചുറ്റുമിരുന്ന് കൊണ്ടുവന്ന ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്നതും ചിലർ ലഘുവായ ഭക്ഷണം തയ്യാറാക്കുന്നതും കാണാനിടയായി. പ്രായം കൂടിയാലും ജീവിതം ആഘോഷിക്കാനുള്ള മനസ്സ് ഇവരിൽ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. ഒട്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താൻ കൊണ്ടുവന്ന കളിയുപകരണങ്ങൾ കളിക്കളത്തിൽ നിന്നും കാറിലേക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്ന ഇദ്ദേഹം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. പ്രായം അവരുടെ ശരീരത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, എന്നാൽ ജീവിതത്തോടുള്ള അവരുടെ ആവേശത്തെ അതിന് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യകരമായ ജീവിതശൈലിയും സൗഹൃദങ്ങളും സാമൂഹിക ഇടപെടലുകളും വാർദ്ധക്യത്തിലും എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ പാർക്ക് നമുക്ക് മനോഹരമായി കാണിച്ചു തരുന്നു. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന ധാരാളം ടെന്നീസ് കോർട്ടുകൾ ഈ പാർക്കിലുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ച നിയമങ്ങളൊക്കെ എല്ലാവരും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു. കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും 22 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിലുണ്ട്. നട്ടുച്ച നേരമായതുകൊണ്ടും ശക്തമായ വെയിലുള്ളതുകൊണ്ടും മാത്രമാണ് പാർക്കിലെ ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നത്. ഞങ്ങളുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനൽ ദേവ് ട്രാവൽ വേൾഡിലെ 82ാമത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി സമയത്തും നല്ല നിലയിൽ കളി നടക്കുന്ന ഇവിടെ കോവിഡ് കാലത്ത് രൂപം കൊണ്ട പിക്കിൾ ബോൾ കോർട്ടുകളും ഉണ്ട്. ഒരു ടെന്നീസ് കോർട്ടിനെ 4ആയി ഭാഗിച്ച് 16 പേർക്ക് ഒരുമിച്ച് ഒരേ സമയം കളിക്കാൻ കഴിയുന്ന കളിയാണിത്.
ടെന്നീസ്, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ കളികളുടെ ഒരു മിശ്രിത രൂപമാണ് പിക്കിൾ ബോൾ. കാലിഫോർണിയൻ കാഴ്ചകളുമായി ഞാൻ ഇനിയും വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.